എന്നാൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ റൂഹില്ലാണ്ടാവോ? റൂഹ് അവിടെ ഇല്ലേ? റൂഹുണ്ട്. കാണാൻ പറ്റിയിട്ടുണ്ടോ? കാണാൻ പറ്റിയില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെയും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം ജീവൻ വെക്കണമെങ്കിൽ റൂഹ് വേണം. ആ റൂഹിനെ നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ റൂഹെ നിഷേധിക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹനെ നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ശരീരത്തിൽ അനക്കം വേണമെങ്കിൽ അത് വേണം. ഒരു ഇലക്ട്രിസിറ്റി പോലെ, ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലെ നമുക്കത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. രുചിക്കാൻ പറ്റുമോ? പറ്റൂല. വാസനിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അതിന്റെ റിഫ്ലക്ഷൻസ് കാണും. ഈ ലൈറ്റ് ഓൺ ആയപ്പോ ഇവിടെ സംഭവം നടക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി ഇവിടെ ഉണ്ട്. കറന്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ റിഫ്ലക്ഷനെ കാണാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിൽ പോലും റൂഹ് എന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ആത്മാവ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. വയസ്അലൂനക അനിർ റൂഹ് ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞയാണ് മലക്കുകളോട്, മലക്കുകളെ ആദമിന്റെ ശരീരത്തിലേക്ക് എന്റെ റൂഹ്, ഞാനായിട്ട് പടച്ച എന്റെ പ്രത്യേകമായ സവിശേഷമായ റൂഹ്, അള്ളാന്റെ റൂഹ് എന്നല്ല അവിടെ അർത്ഥം, പക്ഷെ വാക്കിന്റെ അർത്ഥം റൂഹി മിൻ റൂഹി സവൈതുഹു ഫനഫഖ്തു ഫീഹി മിൻ റൂഹി, എന്റെ റൂഹ് ഞാൻ അതിലേക്ക് ഊതിയാൽ. അള്ളാന്റെ റൂഹാണോ അത്? മനുഷ്യന്റെ റൂഹ് അല്ല, അള്ളാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ്. ആ ഒരു സൃഷ്ടിക്ക് മഹത്വം വരാൻ വേണ്ടി കണ്ണുകളിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ചു. പടച്ചോനെ കാണണമെന്ന് വാശി പിടിക്കുന്നവരോട് ചോദിക്കുക, നമ്മുടെ സ്വന്തം ശരീരത്തിലെ റൂഹിന്റെ മഹത്വം അത് കാണാതിരിക്കുന്നിടത്താണെങ്കിൽ അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്വം, ആ റബ്ബ് തആലയെ എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണണം എന്ന് വാശി പിടിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്വത്തെ ചെറുതായി കാണലല്ലേ? നമ്മുടെ ചെറിയ കണ്ണുകൊണ്ട് കാണുമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്തെല്ലാം കാണാത്തതുണ്ട്. നമ്മൾ ഈ എയറിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ എത്ര ടെലിവിഷൻ സിഗ്നലുകൾ, റേഡിയോ സിഗ്നൽ, ഇന്റർനെറ്റ് സിഗ്നലുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്ര ഫിലിമും പാട്ടും വേദമൊക്കെ കടന്നു പോകുന്ന മുമ്പിലൂടെ അറിയുന്നുണ്ടാവും. ഒന്ന് കണക്ഷൻ എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. നമ്മൾ കാണുന്നുണ്ടോ? കാണാത്ത എത്രയാണ് ഈ ലോകത്തുള്ളത്. എന്നിട്ട് കുട്ടികൾ പോലും പറയാൻ തുടങ്ങി, പടച്ചോണ്ടോ യാ അല്ലാഹ് ഫഖഉ ലഹു സാജിദീൻ. എന്റെ സവിശേഷമായ റൂഹ് ഞാൻ ആ ദേഹത്തേക്ക് സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന് ജീവൻ വരുന്നതോടുകൂടെ ആ ജീവനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ സുജൂദിൽ വീഴണം. റൂഹ് വരുമ്പോഴേക്കും നിങ്ങൾ സുജൂദിൽ വീഴണം. ആദം നബി അലൈഹിസ്സലാമിന് റെസ്പെക്റ്റ് ആയിട്ട് സുജൂദിൽ വീഴണം. ആ റൂഹ് അല്ലാഹു എടുത്തു കളയുമ്പോൾ നമ്മൾ കാണുന്ന പോലുമില്ല. റബ്ബ് തആലയെ നിങ്ങൾ വണങ്ങണം എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് സുജൂദ് നമിക്കണം എന്ന് പറയുമ്പോൾ, അള്ളാഹു ജല്ല ജലാലുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ റബ്ബിന്റെ മഹത്വത്തെയാണ് നമ്മൾ കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? വാശി പിടിക്കുന്നത്. കാണപ്പെടുന്നത് മാത്രമാണോ പ്രപഞ്ചത്തിലുള്ളത്? കാണാത്ത എന്തൊക്കെയുണ്ട്? നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ചെറിയൊരു സ്വതക്ക നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. സർഹാൻ മോനാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് അല്ലേ? മാഷാ അല്ലാഹ്. എന്റേത് കേട്ടോ. അപ്പോ അള്ളാഹു വിജയിപ്പിക്കട്ടെ നമ്മുടെ സഹോദര സഹോദരിമാരെ. അയാൾ പറയുന്ന കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അപ്പോ എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണം മാഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയുടെ ചെലവുണ്ട്, പള്ളിയുടെ മദ്രസയുടെ ഒക്കെ പരിപാലനം ഒക്കെ ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇത് ചെലവ് കഴിഞ്ഞ് ബാക്കി കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയാൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ നമ്മുടെ മസ്ജിദിന്റെയും മദ്രസയുടെയും പരിപാലനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അള്ളാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. മൻ അറാദൽ ആഖിറത്ത് കൊടുത്തു കബീർ മാട്ടൂൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഹൃത്താൻ ഇരിക്കുന്നുണ്ട്.
من أراد الآخرة ومن أراد الآخرة وسعى لها سعيها وهو مؤمن. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം പണിയെടുക്കേണ്ടത്. ഈമാൻ വലിയൊരു വിഷയം. വെറുതെ അന്ധവിശ്വാസത്തിൽ അല്ല നമ്മൾ ജീവിക്കുന്നത്. റബ്ബ് തആലയുടെ സാന്നിധ്യം ബോധിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധിച്ചുകൊണ്ടുള്ള ജീവിതം. അതുകൊണ്ട് ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണേ. ശുദ്ധ ഖുർആൻ എന്തായാലും അർത്ഥം എന്നറിയോ? കുടുംബത്തെ ശത്രുത ഉണ്ടെന്നല്ല അതിനർത്ഥം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന ഭാര്യയുണ്ട്. ഭാര്യ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അത് കൊടുക്കല്ലേ എന്ന് പറയുന്ന ഭർത്താവുണ്ട്. ഉപ്പമാരോ ഉമ്മമാരോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടാത്തതാണ്, പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് ബിദ്അഈ ആശയങ്ങൾ കുത്തിവെക്കുന്നവരുണ്ട്. ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും, നിങ്ങളവരെ കരുതിയിരിക്കണേ എന്ന് സൂറത്തു തഗാബുൻ അല്ലാഹു തആല പറയാം. വാപ്പമാര് മരിച്ചു കഴിയുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും, അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും പാടില്ലെന്ന് പറയാം. ഇത്രയും ജഹലുള്ള ആളുകൾ കേരളത്തിലുള്ളത് വലിയ അത്ഭുതമാട്ടോ. വെറുതെ വർത്താനം പറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, അവിടെ മയ്യത്ത് വെച്ചിരുന്നിട്ട് അവിടെ ഖുർആൻ ഓതുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇങ്ങനെയും ജഹാലത്ത് നമ്മൾ കടന്നുകൂടിയത് അറിവില്ലായ്മയാട്ടോ, അറിവില്ലായ്മയാണത്. നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നന്മകളെ തടഞ്ഞു വെക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ് ഫലാ തഖാഫൂഹും വഖാഫൂൻ. നിങ്ങളോട് പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന പിശാചും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. വെറുതെ പേടിപ്പിക്കുക. എന്തായിരിക്കും ഇന്ത്യന്റെ ഭാവി? എന്തായിരിക്കും? ആ വരുന്ന പോലെ ഉണ്ടാവും, അല്ല എന്താവും? എന്ത് സംഭവിക്കും? അല്ലാഹുവിന്റെ ഖലാഅ് സംഭവിക്കും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചിരിക്കണം. രാജ്യത്തിന്റെ പൗരൻ നിലയിൽ നമ്മുടെ സമ്മതിദായക അവകാശം അത് ശരിയായ യുക്തിബോധത്തോടുകൂടെ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് നൽകുക നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ബാക്കി അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്, പിശാചിനെ താലോലിക്കുന്ന ആളുകളെ അവൻ പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തകരും, നിങ്ങൾ ഇല്ലാതെയാകും, നിങ്ങൾ അങ്ങനെയാക്കി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഖലാഇനപ്പുറം ഒരു മനുഷ്യനും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ആരൊക്കെയാണോ എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, 60 സെക്കൻഡ് അപ്പുറത്തേക്ക് ശ്വാസം കിട്ടാൻ നിൽക്കാൻ പറ്റാത്ത ഈ മനുഷ്യനായി പറയുന്നത്, ആ ആൾക്ക് പോലും, ആ ആളുടെ നിലനിൽപ്പ് പോലും അജയ്യനായ അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. നമ്മളൊക്കെ റബ്ബിന്റെ വിധിക്ക് താഴെ കിടക്കുന്ന പാവകളാണ്. ആരെ പേര് പേടിപ്പിക്കാൻ? അവിടെ ആരെ പേടിപ്പിക്കാനാണ്? അള്ളാഹുവിന്റെ വിധിന്യായത്തിലും റബ്ബിന്റെ നീതിയിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പേടി? പിശാച് പേടിപ്പിക്കുന്നുണ്ട്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ്, പിശാച് അവന്റെ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. ഇടക്കിങ്ങനെ നിരാശ വരും. എന്തിനിപ്പോ ഇതൊക്കെ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുണ്ടോ? ഖിയാമത്ത് നാള് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ചെടി, ഫസീല എന്നതിന് അറബിൽ പറയാം. ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല, ഒരു ഈത്തപ്പനയുടെ കുരുവിൽ നിന്ന് മുളച്ചു വന്ന ചെറിയൊരു ചെടി, കുരുവിൽ നിന്ന് മുളച്ചിട്ടേ ഉള്ളൂ, ചെറിയൊരു സ്പ്രൗട്ട്. അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അന്ത്യനാളിന്റെ വിളംബരങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും ആ ഈത്തപ്പൻ അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ ഖിയാമത്തിന് ഒരുങ്ങാൻ പാടുള്ളൂ. തീർന്നില്ലേ? ഇനി ആർക്കാണിത്? ഇനി ഭൂമിയില്ലല്ലോ, ഇനി പ്രപഞ്ചമില്ലല്ലോ, ഇനി മഹ്ശറയില്ലയോ, ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ ഈത്തപ്പനെ നടാതെ പോകരുത്. ഇത് ആർക്ക് വേണ്ടി എന്ന് ചിന്തിക്കരുത്. ആര് നട്ടുപിടിപ്പിക്കാനെന്ന് ആലോചിക്കരുത്. നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ അത് നട്ടുവെച്ചതിന്റെ ശേഷമേ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭരണം അവസാനിക്കണം, കൂടണം, മാറണമെന്നല്ല വിഷയം. ലോകം അവസാനിക്കുകയാണ്. ഖിയാമത്തിന്റെ വിളംബരം കേൾക്കുകയാണെങ്കിൽ പോലും പിന്നെ ആരുണ്ടാവാനാ ഇവിടെ? ആര് തിന്നാനാണത്? ആര് നനച്ചു കൊടുക്കാനാണ്? ആർക്കുപകാരം? മനുഷ്യര് പോലും ഇവിടെ ഉണ്ടാവില്ലല്ലോ. എങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കേണ്ടത് പോസിറ്റീവായിട്ടാണ്. നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പേടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പിശാചിന്റേതാണെന്ന് വിശുദ്ധ ഖുർആൻ. യുഖവ്വിഫു ഔലിയാ, അവനെ താലോലിക്കുന്നവരെ തന്നെയാണ് അവൻ പേടിപ്പിക്കുന്നത്. ഫലാ തഖാഫൂഹും വഖാഫൂൻ, നിങ്ങൾ പിശാചുക്കളെയല്ല പേടിക്കേണ്ടത്, എന്നെയാണ് പേടിക്കേണ്ടത്. അല്ലാഹു പറയാം. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളെ വിശുദ്ധ ഖുർആൻ കടഞ്ഞെടുക്കുക. നമ്മുടെ ഖൽബിൽ കിട്ടേണ്ട ഒരു എനർജിയുണ്ട്. അതില്ലാണ്ട് ബോഡിക്ക് എനർജി ഉണ്ടായിട്ട് കാര്യമില്ല. ഖൽബിൽ കിട്ടേണ്ട എനർജിയുണ്ട്. ഫലാ തഖാഫൂഹും വഖാഫൂൻ ഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ്. മനുഷ്യരുടെ പ്രകൃതം വിശുദ്ധ ഖുർആൻ പറയുന്നു, മെജോറിറ്റി എന്താണോ ചെയ്യുന്നത് അത് ഞാനും ചെയ്തേക്കണം എന്ന് ചിന്തിക്കുന്നത് മനുഷ്യരുടെ ഒരു രീതിയാണ്, അല്ലേ? എല്ലാവരും ചെയ്യണില്ലേ എന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ അത് ഹലാലാവോ? ഇപ്പൊ ലോൺ എടുക്കാത്തൊരു പാര, ഏത് വീടിന്റെ പിന്നെ ഡോക്യുമെന്റ് ബാങ്കിലില്ലാത്തത്, എല്ലാവരും ഇത് ചെയ്യുന്നില്ലേ? ഉസ്താദും ചെയ്തിട്ടില്ലേ? ഏതെങ്കിലും ഉസ്താദ് ചെയ്യുന്നുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഹലാലാവോ? ആവൂല. ഇനിയിപ്പോൾ നാട്ടുകാർ മൊത്തം കള്ളുടിക്കാൻ തീരുമാനിച്ചു. പള്ളിയിൽ ഉസ്താവ് ഒന്ന് കുടിച്ചു എന്ന് തോന്നുക, സങ്കല്പിക്കുക. ലാ സമഹല്ലാ മഅദല്ലാ. അപ്പോൾ ആൾക്കാർ ആ പാലത്തിലൂടെ അവിശ്വാസികൾ കടന്നു പോകില്ലാണ്. എന്തേ? അവരെ ഡയറക്റ്റ് കൊണ്ടുപോകും. പിന്നെ ആ പാലത്തിലൂടെ പോകുന്നവരാരാന്നറിയോ? മുസ്ലിമീങ്ങളായിട്ട് ജീവിച്ചവരാ. ആ കൂട്ടത്തിൽ തെറ്റുകാർ അവിടെ താഴെ വീഴും, അല്ലാത്തവർ അപ്പുറത്തേക്ക് എത്തും. അവിശ്വാസികൾ ആ പാലത്ത് നമുക്ക് വിടയില്ല. വെറുതെ എന്തിനാ ട്രാഫിക് ഉണ്ടാക്കണേ? പോകേണ്ടത് ഡയറക്റ്റ് അള്ളാഹുവിന്റെ മലക്കൾ പിടിച്ചുകൊണ്ടുപോകും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധ്വാനം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതിന് റബ്ബ് തആല അല്ലാഹു ആരാണ് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആനിലൂടെ അഷ്റഫുകൾക്ക് പഠിപ്പിച്ചു തന്ന ഉലമാ പഠിപ്പിച്ചു തരുന്നതിലൂടെ അല്ലാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും ഉണ്ട്, റബ്ബിന്റെ നാമവിശേഷണങ്ങളുണ്ട്, അല്ലാഹുവിന്റെ ആട്രിബ്യൂട്ട്സ്, 99 നെയിംസ് ഓഫ് അല്ലാഹ്. അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, നാമവിശേഷണങ്ങളാണത്. അതിന്റെ ഓരോന്നിന്റെയും വിശദമായ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു ആരാണെന്ന് മനസ്സിലാവുള്ളൂ. അല്ല അല്ലാഹു എന്ന് പറഞ്ഞ ഒരാളവിടെ ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ മതിയോ? അവിടെ ഒരാളുണ്ട്, അതാണോ വിശ്വാസം? ആൾ ആരാണ്? അല്ലാഹുവിന്റെ ഖുദ്റത്ത് എന്താണ്? അല്ലാഹുവിന്റെ ഇൽമ് എന്താണ്? അല്ലാഹുവിന്റെ ഖിബ്റത്ത് എന്താണ്? ഇതറിയണം. അതുകൊണ്ട് നന്മയാണ് ലക്ഷ്യം, എപ്പോഴും നന്മയാണ് ലക്ഷ്യം. ഖൽബിന്റെ ഉള്ളിലെ ചിന്ത പോലും ഏത് വിഷയത്തിലേക്ക് ഇടപെടുമ്പോഴും അതിന്റെ പിറകിൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം, അല്ലാഹു നൽകുന്ന കൂലി. മാമൂലുകൾ ആലോചിക്കണ്ടേ? നാട്ടു നടപ്പുകൾ ആലോചിക്കണ്ടേ? നിങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോ ഒരാളുടെ ഹൗസ് വാമിങ് നടക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഒരിക്കലും ഇതെനിക്ക് തിരിച്ചു കിട്ടണം ആലോചിക്കരുത്. ഇത് ഞാൻ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചു കൊടുക്കാൻ. ഒരു തന്നാലും ഇല്ലെങ്കിലും എനിക്ക് നാളെ ഖബറിലേക്ക് ഉപകാരപ്പെടണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ എന്തെങ്കിലും സ്വർണം വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ ഭയങ്കര പെരുമയുടെ കാലമാണ്. കണ്ണൂർ ജില്ലയിൽ അതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആചരിക്കേണ്ട, വെറുതെ പറയാണ്. കണ്ണൂർ ജില്ലക്കാരെന്തായാലും വിടൂല എന്നറിയാലോ. ഭക്ഷണാണെങ്കിലും എല്ലാറ്റിലും പെരുമ കാണിക്കുക. ഒരു കുഞ്ഞിന്റെ അഖീഖത്ത് ഇറക്കുന്ന സുന്നത്താ. ഒരു കന്നുകാലിയെ ഇറത്താൽ മതി. ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെ ഇറക്കേണ്ടി വരും. പെൺകുട്ടിയാണെങ്കിൽ ഒരു ആടിനെ, അല്ലെങ്കിൽ ഒരു വലിയ കാച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ. പക്ഷേ എത്ര കിൻഡൽ ഇറച്ചി! അപ്പൊ പെണ്ണിന്റെ പുറക്കാരെ ഞെട്ടിക്കണം, ആണിന്റെ പുറക്കാരെ ഞെട്ടിക്കണം. ഈ പരിപാടിക്കാൻ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ ഈ മാംസത്തിന്റെ വെയിറ്റോ അതിന്റെ ചോരയോ അതിന്റെ മാംസത്തിന്റെ കണക്കോ ഇതൊന്നും അള്ളാഹുവിന് വേണ്ട. വലാക്കി യനാലുഹു തഖ്വാ മിൻകും. ഇനി ബലിപെരുന്നാളെ വരിക, ഓരോ മഹല്ല് മത്സരിക്കാൻ. നിങ്ങൾ എത്ര കന്ന്, എത്ര മാംസം, എത്ര കിലോ കൊടുത്തു ഓരോ വീടിനും, അതിന്റെ പെരുമ വേണ്ട. അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല.
നമുക്കത് ആവശ്യം. അള്ളാഹ് പറയുന്നത് എനിക്കത് വേണ്ട, നിങ്ങളുടെ ഖൽബിനുള്ളിലെ തഖ്വയാണ്. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ തഖ്വയാണ് എനിക്ക് വേണ്ടത് എന്ന് അള്ളാഹു പറയാം. നമ്മൾ പറയാം നമുക്ക് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കണക്ക് കിടക്കട്ടെ എന്ന് പറയുന്നു അല്ലേ?